പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കർത്താവിന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകിയ വേളയിൽ കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടി ഇവിടെ കൂടി വന്നിരിക്കുന്നതും സൂമിലായിട്ടും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചു. കർത്താവ് നമ്മളോട് കൂടി ഇരുന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാം തന്ന് നമ്മളെ നടത്തി. ആ കർത്താവിനെ നമ്മൾ ഇന്ന് വൈകിയ വേളയിൽ നമ്മൾ കുറച്ച് നേരം പാടി ആരാധിക്കാൻ വേണ്ടി പോവുക, വചനങ്ങളെ കേൾക്കാൻ വേണ്ടി പോവുക. നമുക്ക് നമ്മുടെ തലകളെ വണക്കി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്ക് രണ്ടു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ നാഥ, സുരസ്നേഹങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പച്ചാ ദൈവസ്തോത്രം കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവേ, ദൈവസ്തോത്രം കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നീ ഞങ്ങൾ പോയ വഴികളിലൂടെയെല്ലാം കർത്താവേ, നീ ഞങ്ങളെ കർത്താവേ നടത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു അപ്പച്ചാ. നല്ല വസ്ത്രങ്ങൾ തന്നതിനായി നന്ദി പറയുന്നു അപ്പച്ചാ. ദൈവമേ, നല്ല സ്നേഹബന്ധങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു അപ്പച്ചാ. കർത്താവേ, ഞങ്ങളെ രോഗങ്ങളൊന്നും കൂടാതെ കർത്താവേ, എൻ്റെ വിഷപ്പ കഷ്ടപ്പാടുകളൊന്നും കൂടാതെ കർത്താവേ, ഞങ്ങൾ വീണു പോവാതെ കർത്താവേ, നീ ഞങ്ങളെ താങ്ങി നടത്തി കർത്താവേ. അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പച്ചാ. ഈ സമയം കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കർത്താവേ ഓരോ നന്മകളെയും കർത്താവേ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു കർത്താവേ. ഞങ്ങൾ അർഹരല്ലായിരുന്നപ്പോൾ പോലും കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവേ. കർത്താവേ, നിനക്ക് നല്ല ബലം കായ്ക്കാതെ കർത്താവേ, ഞങ്ങൾ കർത്താവേ എൻ്റെ യേശുവപ്പ നഷ്ടപ്പെട്ടു പോയപ്പോഴും കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവേ. എൻ്റെ യേശുവപ്പ ദൈവസ്വരം കർത്താവേ, നീ ഞങ്ങളോട് വിശ്വസ്തനായിരുന്നു അപ്പച്ചാ. നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ കർത്താവെ ആരാധിക്കാൻ വേണ്ടി കൂടി വരുന്നു അപ്പച്ചാ. കർത്താവെ, നിനക്ക് പ്രസാദമുള്ളൊരു യാഗം കർത്താവേ. കർത്താവെ, ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ നിനക്ക് അർപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നു അപ്പച്ചാ. ദൈവമേ, എൻ്റെ യേശുവപ്പ നിൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കർത്താവെ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കർത്താവെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു നാഥ. നിൻ്റെ സാന്നിധ്യത്തിനായി കർത്താവെ ഞങ്ങൾ വാഞ്ചിക്കുന്നു അപ്പച്ചാ. കർത്താവെ, നിൻ്റെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നതിനാണ് നിനക്ക് നന്ദി പറയുന്നു കർത്താവെ അപ്പച്ചാ. ദൈവമേ, സ്തോത്രം കർത്താവെ. വി വെൽക്കം യു ലോർഡ്, വി വെൽക്കം യു ലോർഡ്. ഹല്ലേലൂയ. യേശുവപ്പ കർത്താവെ, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നാഥ കർത്താവെ. എൻ്റെ യേശുവപ്പ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നാഥ. ഞങ്ങളെ കർത്താവെ, എൻ്റെ യേശുവപ്പ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നാഥ കർത്താവെ. ഞങ്ങൾ ചോദിക്കുന്നത് എന്തും കർത്താവെ നീ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ നാഥ കർത്താവ്. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവെ, നിൻ്റെ സാന്നിധ്യം അപ്പച്ചാ, നിൻ്റെ പരിശുദ്ധ ആത്മാവിനെ കർത്താവെ ഞങ്ങളുടെ മേൽ കർത്താവെ അളവില്ലാതെ പകർന്നു തരണം കർത്താവെ. അത്ഭുതങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ നടക്കണം അപ്പച്ചാ. നിമ്മി വിടുതലുകൾ ഞങ്ങളുടെ മധ്യത്തിൽ നടക്കണം കർത്താവെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവെ നീ വിടുതൽ തരണം കർത്താവെ. എൻ്റെ യേശുവപ്പ, നീ കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി നിനക്ക് നന്ദി പറയുന്നു കർത്താവെ. നിന്നെ ഫീൽ ചെയ്തുകൊണ്ട് കർത്താവെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം കർത്താവെ. എൻ്റെ യേശുവപ്പ, വെറുതെ കർത്താവെ ദൈവസ്വരം കർത്താവെ പാട്ടുകൾ പാടുവാനല്ല കർത്താവെ. എൻ്റെ യേശുവപ്പ, വെറുതെ കർത്താവെ ഹല്ലേലൂയ കൈകൾ കൊട്ടുവാനല്ല പക്ഷേ കർത്താവെ സന്തോഷത്തോടെ കർത്താവെ ആ ആത്മാവിനെ ഫീൽ ചെയ്ത് കർത്താവ് യേശുവെ നിന്നെ ഫീൽ ചെയ്ത് കർത്താവെ ഞങ്ങൾക്ക് വർഷിപ്പിക്കുവാൻ തൊക്കണം കർത്താവെ. നീടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ ഒന്ന് തൊടണം കർത്താവെ. എൻ്റെ യേശുവപ്പ, നീ ഞങ്ങളെ ഒന്ന് തൊടണം കർത്താവെ. നിൻ്റെ മേൽ നിന്ന് ശക്തി ഞങ്ങളുടെ മേലേക്ക് പുറപ്പെടണം അപ്പച്ചാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. നീ പറഞ്ഞതാണ് കർത്താവെ, ഹല്ലേലൂയ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ നാഥ കർത്താവെ. എൻ്റെ യേശുവപ്പ കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനായി നന്ദി കർത്താവെ. നീ ഞങ്ങളെ ഒന്ന് തൊടണം കർത്താവെ. നിൻ്റെ ഒരു വാക്ക് കർത്താവെ നീ ഞങ്ങളോടൊന്ന് സംസാരിക്കണം കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. എൻ്റെ യേശുവപ്പ, ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല അപ്പച്ചാ, മടങ്ങി പോകുമ്പോൾ കർത്താവ് അമിത സന്തോഷത്തോടെ കർത്താവെ വിടുതലുകളും അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും കേട്ട് മടങ്ങി പോകാൻ തൊക്കണം കർത്താവിനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവെ. പാടി ആരാധിക്കാൻ പോകുന്ന കർത്താവെ. ദൈവമേ, ഹല്ലേലൂയ കർത്താവെ, ആദ്യയുടെ അന്തം നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കുറച്ച് നേരം കർത്താവിനെ പാടി ആരാധിക്കാൻ വേണ്ടി പോവാം. എൻ്റെ കൂടെ ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. ജീവന്റെ ആധാരമേ, അങ്ങേ ആഴ്ത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹോശന്നാ. ഹല്ലേലൂയ, ഹോശന്നാ. ഹല്ലേലൂയ, ഹോശന്നാ. ഹല്ലേലൂയ, ഹോശന്നാ. ഹല്ലേലൂയ, ഹോശന്നാ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹോശന്നാ. സന്തോഷത്തോടെ
സന്തോഷത്തോടെ. Hallelujah, Hosanna. Hallelujah, Hosanna. മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പരിശുദ്ധനെ പാതാളം ജയിച്ചവൻ, പാതാളം ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. ഒരിക്കൽ കൂടി Hallelujah, Hosanna. Hallelujah, Hosanna. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആദി സ്തുതിച്ചിടുന്നു. ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനാണ് അവൻ. പാതാളം ഉച്ചത്തിൽ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഒരിക്കൽ കൂടി മരണത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ശബ്ദത്തിൽ Hallelujah, Hosanna. ഉച്ചത്തിൽ Hallelujah, Hosanna. സന്തോഷത്തോടെ Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മൾ ആരാധിക്കുന്നത് മരണത്തെ ജയിച്ചവനെ. അതോർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്?
നമ്മൾ ആരാധിക്കുന്നത് പാതാളത്തെ ജയിച്ചവനെ. അതോർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. അവനെ കല്ലറയ്ക്കുള്ളിൽ അടക്കി വയ്ക്കാൻ പറ്റത്തില്ല. ആമീൻ. അവനെ അടക്കി വയ്ക്കാൻ പറ്റത്തില്ല. ആമീൻ. നമ്മൾ കർത്താവിൻ്റെ പൈതങ്ങളാണെങ്കിൽ നമ്മളെ അടക്കി വയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ആമീൻ. കർത്താവ് പോയപ്പോൾ അവൻ്റെ ശക്തി നമുക്ക് തന്നിട്ടാ പോയേ. അന്ന് സാത്താനെ അവിടെ തോൽപ്പിച്ചെങ്കിൽ നമ്മൾക്ക് ഇന്ന് സാത്താനെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. സാത്താൻ്റെ തലയെ തകർത്തവൻ്റെ മക്കളാണ് നമ്മൾ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ അടക്കി വെക്കാൻ ഒരു പാതാളത്തിനോ ഒരു മരണത്തിനോ ഒരു ഗുഹയ്ക്കോ ഒരു കല്ലറയ്ക്കോ പറ്റത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? ആമീൻ. മരണത്തെ ജയിച്ച ഒരു കർത്താവിനെ ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പാതാളത്തെ ജയിച്ച ഒരു കർത്താവിനെ ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സാത്താൻ്റെ തലയെ തകർത്ത ഒരു കർത്താവിനെ ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ സന്തോഷം നിന്റെ മുഖത്ത് കാണണം ദൈവത്തെ ആരാധിക്കുമ്പോൾ. ആ സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ അവനെ ആരാധിക്കുമ്പോൾ ഒച്ചത്തിൽ നമ്മളെ കർത്താവിനെ ആരാധിക്കാൻ പോവാം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കല്ലറകൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മളെ അടച്ചു വെക്കാനായിട്ട് സാത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ അടച്ചു വെക്കാൻ എന്തിനെങ്കിലും പറ്റുന്നുണ്ടോ? അത് ചിലപ്പോൾ നമ്മുടെ കഷ്ടങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കടഭാരങ്ങളായിരിക്കാം. നിന്നെ ഒതുക്കുവാൻ വേണ്ടി സാത്താൻ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് പലതും എടുത്തു മാറ്റിയിട്ടായിരിക്കാം ചിലപ്പോൾ സാത്താൻ നിന്നെ ഒതുക്കി വെക്കാൻ നോക്കുന്നേ. നിന്നെ കല്ലറയിൽ പൂട്ടി വെക്കാൻ നോക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് പലതും എടുത്തു മാറ്റിയിട്ടായിരിക്കാം. ചിലപ്പോൾ നിന്റെ വാഗ്ദത്തം താമസിച്ചെന്ന് വരാം. അത് നിന്നെ ഒതുക്കി വെക്കുന്നുണ്ടോ? സാത്താനെ അനുവദിക്കരുത്. നമ്മളെ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കി വെക്കാനായിട്ട് സാത്താനെ അനുവദിക്കരുത്. കാരണം നമ്മുടെ കർത്താവ് അന്ന് കല്ലറയെ ജയിച്ചവനാ. നമ്മുടെ കർത്താവ് അന്ന് പാതാളത്തെ ജയിച്ചവനാ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ഒതുക്കി വെക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആ അവകാശത്തോടെ നമ്മൾ പുറത്തു വരണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റുമ്പോൾ, ഇയ്യോബിന്റെ ജീവിതത്തിൽ പല കഷ്ടതകൾ വന്നു. അവനെ ഒതുക്കി വെക്കാൻ പല രീതിയിൽ നോക്കി. പക്ഷേ ആർക്കും കഴിഞ്ഞില്ല അവനെ ഒതുക്കി വെക്കാൻ. അവൻ പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുമോ? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ കർത്താവിനെ തള്ളി പറയുവാണോ നമ്മൾ ചെയ്യുന്നത്? അതോ ആ കഷ്ടപ്പാട് നമ്മൾ ഒതുക്കി വെക്കാൻ നോക്കുന്നു? നമ്മൾ കർത്താവിൻ്റെ നാമം എടുത്ത് ആ ശക്തിയോടെ പുറത്തു വരുവാനായിട്ടാണ് നോക്കണേ. ആമീൻ. ആ പാതാളത്തെ, ആ കല്ലറയെ കർത്താവ് ഒന്ന് ജയിച്ചെങ്കിൽ നമ്മൾ ആ ശക്തി എടുത്തിട്ട് നമ്മൾ പുറത്തേട്ട് വരണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും മാറ്റിവെക്കുമ്പോൾ, നമ്മളെ ആ കല്ലറയ്ക്കുള്ളിൽ അടച്ചു വെക്കാൻ, ഒതുക്കിക്കളയാൻ നോക്കുമ്പോൾ നമ്മളെ പൂർണ്ണ ശക്തിയോടെ പുറത്തു വരണം. That's how we gonna surprise Satan. Amen. That's how we gonna surprise the devil. നിന്നെ ഒതുക്കി വെക്കാൻ പോകുന്ന സാത്താനെ നീ സർപ്രൈസ് ചെയ്യണം. Amen. Hallelujah. ജോസഫിനെ പൊട്ടക്കിണറിലിട്ടപ്പോൾ അവൻ അവിടുന്ന് പുറത്തു വന്നു. അവൻ്റെ മേലുള്ള വാഗ്ദത്തം അവൻ ഓർത്തു. അവൻ അതിനെ മുറുകെ പിടിച്ചു. അവൻ അറിയായിരുന്നു അവൻ്റെ കൂടെയുള്ളത് ആരാന്ന്. അവൻ്റെ വാഗ്ദത്തം എന്താണെന്ന് അവൻ അറിയായിരുന്നു. ആമീൻ. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ ഒതുക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇയ്യോബിനെ കഷ്ടപ്പാടുകൾ കൊണ്ട് തളർത്തി കളയാൻ കഴിഞ്ഞില്ല. നമ്മളെ കഷ്ടപ്പാടുകൾ കൊണ്ട് തളർത്തി കഴിയാൻ നമ്മൾ സമ്മതിക്കുമോ? ആമീൻ. സമ്മതിക്കരുത് ദൈവമക്കളെ, സമ്മതിക്കരുത്. യെസ്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ കർത്താവിനെ അങ്ങ് മുറുകെ പിടിക്കണം. കുറച്ചുകൂടി അങ്ങ് അടുത്ത് ചെല്ലണം. താഴ്വരെ മുള്ളുകളെല്ലാം വരുമ്പോൾ കുറച്ചുകൂടി അങ്ങ് അടുത്ത് ചെല്ലണം കർത്താവിൻ്റെ അടുത്തിട്ട്. കർത്താവെ, ഞാൻ നിന്റെ കൂടെ അങ്ങ് നടക്കാൻ പോവാ, നീ എൻ്റെ കാര്യം നോക്കിക്കോണം. കർത്താവിൻ്റെ അടുത്ത് അങ്ങ് പറ. കാരണം അവൻ നമ്മുടെ അപ്പനാ. നിന്റെ മക്കൾക്ക് ഒരു കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ വിട്ട് കളയത്തില്ല. നമ്മുടെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അവിടെ കിടന്ന് കരയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കത്തില്ല. അത് എന്താണെന്ന് നമ്മൾ ചോദിക്കും. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഭൂമിയിൽ നമ്മൾ അങ്ങനെ ചെയ്യുമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മളെ വിട്ടുകളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആമേൻ. കർത്താവിനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലതും മൂടിക്കളയാൻ, നമ്മളെ ഒതുക്കിക്കളയാൻ നോക്കുമ്പോൾ കർത്താവിനെ മുറുകെ പിടിച്ചാൽ അമിത ബലത്തോടെ, അമിത ശക്തിയോടെ നമുക്ക് പുറത്തു വരാനായിട്ട് കഴിയും. നമ്മൾ പാടാൻ പോവാ, പതറുകയില്ല ഞാൻ. വിശ്വാസത്തോടു കൂടി ചേർന്ന് പാടാൻ പറ്റുമോ? പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നാലും, എത്ര കഷ്ടതകൾ വന്നാലും ഞാൻ പതറിപ്പോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചേർന്ന് അതിവിടെ പ്രൊക്ലൈം ചെയ്യാനായിട്ട് പോവാം. നമ്മുടെ കൂടെ ചേർന്ന് പാടിയാട്ടെ, പതറുകയില്ല ഞാൻ.
ചെങ്കടലാ തീരച്ചാലെതിരാൽ പിന്നിൽ വൻ വൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാലയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാലയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. അതുകൊണ്ട് പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിരുമോ, വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാണവധി വന്നിടിലും എങ്ങാതൻ കാത്തിടും, എൻ പ്രിയ പോറ്റിടും, എന്നാതൻ നടത്തിടും അന്ത്യം വരെ. എങ്ങാതൻ കാത്തിടും, എൻ പ്രിയ പോറ്റിടും, എന്നാതൻ നടത്തിടും അന്ത്യം വരെ. തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. സാറാഫത്തൊരുക്കി ഇരാവിൻ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാറാഫത്തൊരുക്കി ഇരാവിൻ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളുവാമിൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലുമോ, വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാണവധി വന്നിടിലും എങ്ങാതൻ കാത്തിടും, എൻ പ്രിയ പോറ്റിടും, എന്നാതൻ നടത്തിടും അന്ത്യം വരെ. എങ്ങാതൻ കാത്തിടും, എൻ പ്രിയ പോറ്റിടും, എന്നാതൻ നടത്തിടും അന്ത്യം വരെ. താരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. സിയോൻ സൈന്യമേ ഉണർന്നിടുവീൻ, പൊരുതു വിജയമെടുത്തു വിരുദം പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവീൻ, പൊരുതു വിജയമെടുത്തു വിജയം പ്രാപിക്കാം. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോൻ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോൻ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി പോകാരായി ഈ പാത്രം വിട്ട് തേജസ്സേറും പുരേ. എത്ര പേർക്ക് പ്രത്യാശയോടുകൂടി ആ വരികൾ ചേർന്ന് പാടാൻ പറ്റുന്നുണ്ട്? കേൾക്കാറായി തൻ കാഹളധ്വനി, ഞാൻ പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ആമേൻ. കർത്താവിൻ്റെ പൊന്മുഖം കാണാൻ എത്ര പേർക്ക് കൊതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ പാടി ആരാധിക്കുന്ന ആ ഒരു സന്തോഷത്തിലാണ്.
ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ആ ഒരു പ്രത്യാശയോട് കൂടിയാ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പൊന്മുഖം കാണണം. അവനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് അവനെ ആരാധിക്കണം. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിനെ, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അത്ഭുതകരമായ സ്നേഹം എനിക്ക് വേണ്ടി തന്ന എൻ്റെ കർത്താവിനെ, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവാണ്. എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിലുപരി എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരാളെ കാണാൻ എത്ര പേർക്ക് കൊതിയുണ്ട്. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മൾ ചിലപ്പോൾ ഒരു സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു ഡിപ്രഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അപ്പനെ നമ്മളെ കരുതാൻ പറ്റുന്നതിനും നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ കരുതാൻ പറ്റുന്നതിനും എല്ലാം ഒരു ലിമിറ്റുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ വൈഫിനെ നിങ്ങളെ കരുതാൻ പറ്റുന്നതിന്, നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ കരുതാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷെ അതൊക്കെല്ലാം മേലെ, അതിൻ്റെ എല്ലാം മുകളിൽ കർത്താവിനെ നിന്നെ കരുതാൻ പറ്റും. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ മേല് നോവുമ്പോൾ ചിലപ്പം എൻ്റെ മുഖം ഒന്ന് കറക്കും, ചിലപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എൻ്റെ കർത്താവുണ്ടല്ലോ, നമ്മൾ ചെയ്ത തെറ്റിന് വേണ്ടി അവൻ മരിച്ചത്. എൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന ഒരു തെറ്റിന് വേണ്ടി എന്നോട് അടികൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടാവും, എനിക്കൊരു സങ്കടം ഉണ്ടാവും, ഞാൻ ചിലപ്പോൾ മറുതലിക്കും. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മൾ ചെയ്ത തെറ്റിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ കാണാൻ പറ്റുന്നുണ്ടോ? അത്രയും സ്നേഹമുള്ള കർത്താവിനെ നമ്മൾ കാണാൻ പോവുകയെന്നറിയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആമേൻ. നമ്മുടെ ഇടയിൽ നമ്മുടെ ലിജൻ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ലിജൻ ചേട്ടൻ്റെ കുഞ്ഞുങ്ങ് വരാൻ പോവുക കാനഡയിലേക്ക്. കുറേ നാളായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, കുഞ്ഞ് വരാൻ പോവുക. അതുപോലെ നമ്മുടെ ജൂലി, അതുപോലെ നമ്മുടെ എല്ലാം അവരുടെ ഹസ്ബൻഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അവർ ആ വെയിറ്റിംഗ് പീരീഡിൽ അത് വരാൻ പോകുന്നതിൻ്റെ തലേദിവസം അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പോൾ. ബിക്കോസ് അവർ കാണാൻ പോവുക, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോവുക. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര പേര് എക്സൈറ്റഡ് ആണ്, എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിനെ കാണാനായിട്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന കർത്താവിനെ നമ്മൾ കാണാൻ പോവാന്ന് പറയുമ്പോൾ ആ പാട്ട് പാടുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. കേൾക്കാറായി തൻ കാഹളത്, നമ്മളത് ഒന്നുകൂടി ആ വരികൾ ഒന്നുകൂടി ചേർന്ന് പാടാൻ പോവാം. സന്തോഷത്തോടെ കൈകളെ അടിച്ചുകൊണ്ട് തുള്ളിച്ചാടി നമ്മൾ പാടാൻ പോവാം. ജീസസ്. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ദൂരെ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ദൂരെ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ദൂരെ. One more time. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ദൂരെ. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും ദൂരെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവെ, ഞങ്ങൾക്ക് അല്പം നേരം നിന്റെ സന്നിധിയിൽ പാടി ആരാധിക്കുവാൻ തക്കണം. കർത്താവെ, നീ ഒരുക്കി തന്ന ഈ വലിയ കൃപയ്ക്കായി നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ യേശുപ്പച്ച, കർത്താവെ, നിൻ്റെ പൊന്മുഖം കണ്ടിരുന്ന് ആരാധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടവരുത്തുന്നതിന് നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ യേശുപ്പ, കർത്താവെ, നീ ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് കർത്താവെ അസ്വർഗ കർത്താവെ ഞങ്ങൾക്ക് അവകാശമായി തന്നതിനാന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ യേശുപ്പ, കർത്താവെ, നീ കാൽവറിയിൽ തന്ന കർത്താവെ ആ വിക്ടറി ഞങ്ങൾ പ്രൊക്ലെയിം ചെയ്യുന്നു. കർത്താവെ, എൻ്റെ യേശുപ്പ, നിൻ്റെ മക്കളാണ് കർത്താവെ ഞങ്ങൾ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഒരു പാതാളത്തിനോ ഒരു കല്ലറയ്ക്കോ കർത്താവെ ഞങ്ങളെ അടക്കി വയ്ക്കാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പക്ഷം എൻ്റെ യേശുപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും കർത്താവെ,
എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും കർത്താവെ ഞങ്ങൾ അങ്ങയെ തള്ളി പറയത്തില്ല പക്ഷേ കർത്താവെ ഞങ്ങൾ അങ്ങയെ ബിട്രേ ചെയ്യത്തില്ല പക്ഷേ കർത്താവെ കർത്താവെ നിന്നെ മുറുകെ പിടിക്കുക പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പോൾ കർത്താവെ ഞങ്ങളങ്ങ് മുറുകെ പിടിക്കും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു സക്സസ് വരുമ്പോൾ കർത്താവെ ഞങ്ങളങ്ങ് മുറുകെ പിടിക്കും കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവിൻ്റെ യേശുപ്പ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കൂരുകൾ വന്നാലും കർത്താവെ നീ ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ നീ ഞങ്ങളുടെ കരത്തിൽ കർത്താവെ പിടിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും കർത്താവ് എൻ്റെ യേശുപ്പ കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി അതിൻ്റെ മധ്യത്തിൽ ഒരു വഴി തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതം കർത്താവെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും കർത്താവെ നിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ ഒരു സൗഖ്യം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങൾ ഓടി വന്ന് കർത്താവെ നിൻ്റെ അടുത്തേട്ട് വരുമോ പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് രോഗം എന്തു വന്നാലും കർത്താവെ ഞങ്ങൾക്ക് ഒരേ ഒരു ആശ്രയം കർത്താവെ അങ്ങ് മാത്രമാണ് കർത്താവെ യേശുപ്പ കർത്താവെ എൻ്റെ യേശുവെ കർത്താവെ നീ ഞങ്ങൾക്ക് ചെയ്ത ഓരോ നന്മകൾക്കുമായി നന്ദി പറയുന്നു കർത്താവെ എൻ്റെ യേശുപ്പ കർത്താവെ നിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷേ കർത്താവെ ഞങ്ങൾ പ്രത്യാശയോടുകൂടി കർത്താവെ ഞങ്ങൾ ഈ ഭൂതലത്തിലായിരിക്കുമ്പോൾ കർത്താവെ എൻ്റെ യേശുപ്പ നിൻ്റെ ആത്മാവിനെ കർത്താവെ ഞങ്ങൾക്ക് അധികമായി ഇനിയും പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ യേശുപ്പ നീ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ കർത്താവെ നിന്നെ കാണുവാൻ കർത്താവെ സന്തോഷത്തോടെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ആയിരിക്കുന്നു കർത്താവെ എൻ്റെ യേശുപ്പ അപ്പച്ചൻ്റെ മുഖം കണ്ട് ആരാധിപ്പാനുള്ള കർത്താവ് ദൈവസ്വരം കർത്താവെ ഈ ദിനങ്ങൾക്കായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അപ്പച്ച എൻ്റെ യേശുപ്പ ആദ്യയുടെ അന്ത്യം നിൻ്റെ സാന്നിധ്യം കർത്താവെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ദൈവമേ ഹല്ലേലൂയ ദാസൻ പറയുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എൻ്റെ യേശുപ്പച്ച കർത്താവെ നല്ല കർത്താവെ ഹല്ലേലൂയ ദൈവസ്വരം കർത്താവെ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ ദൈവം ഹല്ലേലൂയ നീ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ഓരോ വിഷയങ്ങളെയും ഏൽപ്പിച്ചു തരുന്നു കർത്താവെ എൻ്റെ യേശുപ്പ നീ എല്ലാത്തിനെയും അറിയുന്നുണ്ടല്ലോ കർത്താവെ നീ എല്ലാത്തിന്മേലും ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ യേശുപ്പ ആദ്യോടൊന്നും സാന്നിധ്യം കൂടെ ഇരിക്കുന്ന കർത്താവെ ഹല്ലേലൂയ കർത്താവെ നിന്നെ രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങളെ തന്നെ ദൈവമേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ദൈവം വലുത് ചെയ്യട്ടെ. അനീഷ് കടന്നു വരണം, അതുപോലെ റൂഫസ് കടന്നു വരണം, അതുപോലെ എൻ്റെ വൈഫ് കടന്നു വരണം. ജൂലിയും എൽഡയും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ എൽദോമൻ ഓർപ്പിച്ച പോലെ വെയിറ്റിംഗ് പീരീഡാണ്. വെയിറ്റിംഗ് പീരീഡിൽ കർത്താവിനോട് കൂടുതലായിട്ട് അടുക്കുക, ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. കർത്താവിനോട് കൂടുതൽ അടുക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക, വചനം വായിക്കാനുള്ള സമയം കണ്ടെത്തുക. നാളെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സാധിച്ചില്ലെങ്കിലോ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ ശക്തീകരിക്കട്ടെ. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് അവരെ സഹായിക്കട്ടെ. അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവ് അവരെ ഈ ഒരു പീരീഡാണല്ലോ, ഈ പീരീഡിൽ കർത്താവ് അവരോട് കൂടി ഇരിക്കട്ടെ. അതുപോലെ നമ്മുടെ ലിജിൻ ബ്രോയുടെ മകൾ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അവരിവിടെ കുട്ടി വന്ന് ഇവിടെ സ്കൂൾ ചേർക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. അതിനോടുകൂടെ കർത്താവ് കൂടിയിരിക്കട്ടെ. അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് അജയ് ബെർലിംഗ്ടണിൽ പോയിട്ടുണ്ട്. അജയുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടിയിരിക്കട്ടെ. ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് പിൻവാങ്ങിപ്പോകാതെ കർത്താവിൽ വിശ്വസ്തനായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനാ സപ്പോർട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ ലിനോയുടെ ഫാദറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെ സക്സസ്ഫുള്ളായിരുന്നു, റെസ്റ്റ് എടുക്കുന്നു. നമുക്ക് തൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ എൻ്റെ പിതാവിന് നാളെ ചെറിയൊരു ഓപ്പറേഷനുണ്ട്. യൂറിൻ പോകാൻ ചെറിയൊരു തടസ്സമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ബാരിയിൽ ഒരു യൂത്ത് ഗ്രൂപ്പ്, ഒരു ചെറിയൊരു പ്രെയർ ഫെലോഷിപ്പ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. 4 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾ കാറിനകത്ത് നിന്നായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചു. ഞാൻ 2 പേരെ വിളിച്ചു. മസ്കനെ നിങ്ങൾക്കറിയാം, രോഹിത്തിനെ അറിയാം, പിന്നെ സാൻജോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിനകത്ത് ഗ്യാതറിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, മസ്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മസ്കൻ ഞാൻ കാറിനകത്താണ് ഗ്യാതറിങ്, എൻ്റെ കാറിനകത്താണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ. അപ്പോൾ മസ്കൻ ധൈര്യമായിട്ട് വന്നു. ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞു. അടുത്ത ആഴ്ച മസ്കൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു, വൈ ഡോണ്ട് യു കം ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ടു ഹൗസ്. അടുത്ത ആഴ്ച മസ്കൻ്റെ വീട്ടിലാണ് ഗ്യാതറിങ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. മസ്കൻ്റെ കൂടെ ഒരു സിക്കുകാരി പെൺകുട്ടിയുണ്ട്. ഇവിടെ വന്നതിന് ശേഷം രക്ഷിക്കപ്പെട്ടു. എങ്ങനെയാണെന്നറിയില്ല, സിക്ക് മതത്തിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് രക്ഷിക്കപ്പെടുക. കർത്താവ് നമ്മൾ പോലും അറിയാതെ കർത്താവിൻ്റെ മണവാട്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഇതുപോലെ ഉള്ള ആ ഒരു അവസാന കാലത്ത് നോഹയുടെ പെട്ടകം ഇവിടെയുണ്ട്. ഇതുപോലെ ബാരിയിൽ ഒരു പെട്ടകം ഉണ്ടാകട്ടെ, കർത്താവ് സഹായിക്കട്ടെ. അനേകം പേര് ഇതുപോലെ പെട്ടകങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇവിടെ നിന്ന് അനേകം, ഇതൊരു ഹബ്ബായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ നിന്ന് അനേകം പേര് കടന്നു ചെന്ന് ഓരോ പെട്ടകങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, നന്ദി പിതാവേ, നന്ദി യേശുവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. കേട്ട കർത്താവേ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപ കൂടിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവ്, ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ആധിക്യം ഞങ്ങൾ എന്തെന്ന് ഞാൻ അടിയൻ അറിയുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയ പിതാവേ അങ്ങ് അറിയുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ചെല്ലുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളെ ജയാളിയാക്കി തീർത്തവനാണ് കർത്താവേ. ഹല്ലേലൂയ, ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു പ്രിയ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, വിടുതലുകൾ ആവശ്യമുള്ളവരുണ്ട്, അനുഗ്രഹങ്ങൾ ആവശ്യമുള്ളവരുണ്ട് കർത്താവേ. അങ്ങയോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവ്. പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മറ്റു രാജ്യത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വന്ന് കർത്താവേ ഹല്ലേലൂയ ചേർന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ, അതിനുശേഷം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു മോർദെഖായിയുടെ ജീവിതം അങ്ങ് മാറ്റിയെങ്കിൽ, ഒരു എസ്തറിൻ്റെ ജീവിതം അങ്ങ് മാറ്റിയെങ്കിൽ, ഒരു ജോസഫിൻ്റെ ജീവിതം അങ്ങ് മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ എൻ്റെ പ്രിയ പിതാവേ, ഇവിടെയുള്ള എല്ലാ വ്യക്തികളുടെ ജീവിതത്തെ അങ്ങ് മാറ്റുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഹല്ലേലൂയ ഐക്യമെത്തിപ്പെട്ട് നടക്കുന്ന ഒരു ജനറേഷനെ അങ്ങ് വാർത്തെടുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഈ കോവിഡിൻ്റെ സമയത്ത് കർത്താവേ ഭവനത്തിനകത്തുള്ളിലിരുന്ന് മെൻ്റൽ ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന യുവാക്കന്മാരും യുവതികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം കർത്താവേ. ഹല്ലേലൂയ, അവർക്കൊരു വെളിച്ചം കാണുവാനിടവരട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഇരിക്കുന്ന റൂമിൽ തന്നെ ഇരുന്ന് പരിശുദ്ധാത്മാവേ അവരോട് വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. റൂഫസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ലെനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ലിജിൻബയുടെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അജയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ചിന്നു ചേച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ജിൻസ് ചേച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും അങ്ങ് ഉത്തരം തരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഉത്തരം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങ് നോ എന്ന് പറയുന്നതിനപ്പുറമായി ഹല്ലേലൂയ എൻ്റെ കർത്താവേ അങ്ങ് ഉത്തരം തരുന്നവനാണ്, ഒന്നുകിൽ റീഡയറക്റ്റ് ചെയ്യുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ അങ്ങ് കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥന നടത്തട്ടെ. എൻ്റെ ദൈവം ചെയ്യുന്നവനാണ്, ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിപ്പോൾ സ്തോത്രം അയച്ചെടുക്കുകയാണ്. ഐ തിങ്ക് ഓൺലൈനിൽ tightly.com, സെർച്ച് ഫോർ ദ tightly.com ആൻഡ് നിങ്ങൾക്കുള്ളത് ഇതിനകത്ത് നിന്ന് കർത്താവിന് കൊടുക്കുക. കർത്താവിന് കൊടുക്കുന്ന ഇത് ഒരിക്കലും കുറഞ്ഞു പോകരുത്. കർത്താവിന് വേണ്ടിയാണ് കൊടുക്കുന്നത്, നമുക്ക് വേണ്ടിയല്ല. ഒരിക്കലും ഈ കിട്ടുമെന്ന് വിചാരിച്ചും കൊടുക്കരുത്. സന്തോഷത്തോടു കൂടെ സ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യ സ്നേഹമേ. സ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യ സ്നേഹമേ. ഒരു നിമിഷം ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ദൈവമേ, തുടർന്നുള്ള നിമിഷങ്ങൾ 30 മിനിറ്റ് നമ്മുടെ മുൻപിലുണ്ട്. ദൈവം ഈ രാത്രിയിൽ, കർത്താവെ, ഈ 30 മിനിറ്റിനകം ദൈവം എന്നോട് എന്താണോ ഇന്ന് രാത്രിയിൽ ഈ മണിക്കൂറുകൾ ഞാൻ ദൈവസന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ, ദൈവാത്മാവെ, അങ്ങയ്ക്ക് എന്താണ് എന്നോട് സംസാരിക്കുവാനായിട്ടുള്ളത്, അങ്ങ് എന്നോട് ഇടപെടുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഒരുമിച്ച് കുടുംബമായി ദൈവസന്നിധിയിൽ അവിടുന്ന് ഇരുത്തിയിരിക്കുമ്പോൾ, ദൈവമേ, തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളോട് ശക്തമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ ശബ്ദം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ പരിവർത്തനത്തിലേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തിലേക്കും ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് തുടർന്നുള്ള നിമിഷങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സമയങ്ങളിലായി, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പലപ്പോഴും പരാജയങ്ങൾ നാം നേരിടാറുണ്ട്. ഈ രാത്രിയിൽ പരാജയങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കാത്തവരായി ഒരു വ്യക്തി പോലും ഈ ഭൂമുഖത്തുണ്ടാകത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുമ്പോൾ we have to realize that some of the failures are stepping stone to success. ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നാം തിരിച്ചറിയേണ്ട സത്യം എന്നുള്ളത്, കുറച്ച് കഴിയുമ്പോൾ അത് വിജയത്തിലേക്ക് നയിക്കപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ടിടയായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, പരാജയങ്ങൾ ജീവിതത്തിൽ ഏൽക്കാത്ത ആരും തന്നെയില്ല. ചില സമയങ്ങളിൽ നാം വളരെ അധികം കഠിനാധ്വാനം ചെയ്ത് പ്രയത്നം ചെയ്ത് നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉദ്ദേശിച്ച ആ ഒരു മെച്ചപ്പെട്ട ഔട്ട്കം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ നന്നായി പഠിക്കും, എക്സാമൊക്കെ വളരെ നന്നായി എഴുതി, പ്രതീക്ഷ ഒരു എ കിട്ടുമെന്നാണ്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ സി ആയിരിക്കും. കുടുംബജീവിതം വളരെ പ്രതീക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് കരുതലും സ്നേഹവും വിട്ടുവീഴ്ചയും ക്ഷമയും ഒക്കെ കലർത്തി ജീവിതം മുൻപോട്ട് നയിക്കുമ്പോഴും പലപ്പോഴും പ്രതീക്ഷിച്ച അത്ര പ്രോഗ്രസ്, ആ മനോഹാരിത കുടുംബജീവിതത്തിലും ലഭ്യമാകുന്നില്ല. ചിലപ്പോൾ വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്നു, വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നമ്മൾ ജോലി ചെയ്യുകയാണ്. നാളുകൾ കുറെ മുൻപോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷയാണ്, അടുത്ത ഒരു പ്രൊമോഷൻ വരുമ്പോൾ അതെനിക്കായിരിക്കും. പക്ഷേ പ്രൊമോഷൻ എന്താ പറയുക, ഉഡായിപ്പ് കാണിക്കുകയും സമയം എങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ച് നീക്കുകയും ചെയ്തവന് പ്രൊമോഷൻ കണ്ണിൻ്റെ മുൻപിൽ കിട്ടാൻ നേരത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു ചിന്തയുണ്ട്, ഞാൻ പരാജയമാണ്. ആ പരാജയം നമ്മുടെ ജീവിതത്തിൽ ഏൽക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മെന്റാലിറ്റി എന്നുള്ളത് why to try, why to move on, just give up. You might be saying in your life, what is the use continuing in this relationship, continuing in this job, no trying hard, working hard, no, the end result is failure. Why should I push myself forward? Can anything make a difference? എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമോ? കാരണം എൻ്റെ ജീവിതത്തിൽ തുടർമാനമായി പരാജയങ്ങളാണ്.
എന്നാൽ ഈ രാത്രിയിൽ ആ ഒരു അനുഭവത്തോടു കൂടിയാണ് ഈ രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ അല്പസമയത്തെ ചിന്ത, ഹല്ലേലൂയ സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ പരാജയം ജീവിതത്തിലേറ്റ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു തൻ്റെ ജീവിതത്തെ സന്ദർശിച്ചപ്പോൾ അതെങ്ങനെ വിജയമായി മാറിയെന്നുള്ളതാണ് അല്പസമയം ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹൗ ക്യാൻ യു ടേൺ യുവർ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്നും മീൻ പിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് 2 മുങ്ങുവാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനോട് കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കളും അവണ്ണം തന്നെ യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടിപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ നോക്കുക, പത്രോസും തൻ്റെ സ്നേഹിതരും ഗന്നസരത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. എന്നാൽ ആ ഒരു രാത്രി പതിവിൽ നിന്നും വിപരീതമായ ഒരു രാത്രിയായിരുന്നു. അതിനു മുമ്പുള്ള രാത്രികളിൽ പോയ അതേ പടകും അതേ വലയും അതേ തടാകവുമാണ്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരൊറ്റ മീനിനെ പോലും പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വളരെ നിരാശയോടെ, മനസ്സിനകത്ത് വിഷമമുണ്ട്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. ഇങ്ങനെ വന്ന് പടകൊക്കെ കരയ്ക്കടുപ്പിച്ച് മറുവശത്തിരുന്ന് കഴിഞ്ഞ രാത്രിയിൽ മുഴുവൻ അധ്വാനിച്ചിട്ടും നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു പരിഞ്ഞിൽ മീനിനെ പോലും കിട്ടാതിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ പതുക്കെ വലയൊക്കെ എന്ത് ചെയ്യുക, കഴുകുക. ഉള്ളിവേദനയുണ്ട്. ജീവിതത്തിൽ തോൽവിയാണ് സംഭവിച്ചത്. ഒന്നുമില്ലാതെയാണ് കരയ്ക്കടുത്തിരിക്കുന്നത്. തിരിച്ചെങ്ങനെ ഭവനത്തിനകത്തേക്ക് പോകും? തൻ്റെ വരുമാന മാർഗമായിരുന്നത്. ഒരു ദിവസത്തെ തൻ്റെ ലോസ് എല്ലാ ഭാഗങ്ങളിലും, തൻ്റെ എല്ലാ ജീവിത ഭാഗങ്ങളിലും അത് സ്വാധീനിക്കുവാനായിട്ടിടയായിത്തീരും. അതിൻ്റെ എഫക്റ്റ് വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ആ സീഷോറിൽ ഒരാൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ആൾക്കാർ തിക്കിത്തിരക്കുകയാണ്. ഇതാ യേശു അവിടെ നിന്നുകൊണ്ട് ആൾക്കാരോട് സംസാരിക്കുകയാണ്. അവിടെ തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നത്, ദ ക്രൗഡ് വാസ് പുഷിങ് ടു ഹിയർ ഫ്രം ജീസസ്. ഉടനെ യേശു ഇങ്ങനെ നോക്കുമ്പോൾ 2 പടക്
ശൂന്യമായിരിക്കുകയാണ്. ഇതിനകത്തുള്ള പുള്ളികളോ ഇതേ അപ്പുറത്ത് ഒന്നും കിട്ടാതെ ആ വലയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടാത്തതിൻ്റെ ശൂന്യതയിലുള്ള വേദനയും എടുത്ത എഫേർട്ടിന് റിസൾട്ടില്ലാതെ മനോവേദനയിലുമായിരിക്കുന്നവനെ, അവൻ്റെ പടകിനെയും അവനെയും സ്വർഗം ശ്രദ്ധിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ശൂന്യത മാത്രമേ നിൻ്റെ ജീവിതത്തിലുള്ളെങ്കിലും അലിയ പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിൻ്റെ ജീവിതത്തിൽ അലിയ കടന്നു വരുമ്പോഴും ഈ രാത്രിയിൽ ആരും നിന്നെ നോട്ടീസ് ചെയ്തില്ലെങ്കിലും ഒരു സ്വർഗമുണ്ട് കുഞ്ഞെ. ഇതിൻ്റെ നടുവിൽ നിൻ്റെ മനോവേദനയെയും നിൻ്റെ ഒഴിഞ്ഞ പടകിനെയും കാണുന്ന ഒരു സ്വർഗമുണ്ട്. അലിയ ആ സ്വർഗത്തിൻ്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടോ? അടുത്ത നിമിഷം നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ഒരു പടകിലേക്ക് അങ്ങ് കയറുകയാണ്. എന്നിട്ട് പറയുക അതിൻ്റെ ഉടമസ്ഥനോട്, ആരാ ഉടമസ്ഥൻ? പത്രോസ്. പത്രോസിനോട് പറയുക, ഒന്ന് അല്പം എന്ത് ചെയ്യണം, അങ്ങോട്ടൊന്ന് നീക്കി തരണം. പത്രോസ് ഒന്നും പറഞ്ഞില്ല, അല്പം അങ്ങോട്ട് നീക്കി കൊടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് ജനത്തോട് താൻ സംസാരിക്കുക. ജനത്തോടെല്ലാം സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറയുകയാണ്, വാ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. പത്രോസിനറിയാം, തച്ചൻ്റെ മകനാണിവൻ, ഇവൻ എന്നോട് മീൻ പിടിക്കാൻ പോകാമെന്ന് പറയുകയാണ്. പത്രോസിനെ പിടികിട്ടുന്നില്ല. യേശു പറയുക, ഇവിടെ വേണ്ട, കുറച്ചും കൂടെ ആഴത്തിലേക്ക് എന്ത് ചെയ്യണം, പടക് നീക്കണം. യേശുവിന് അവിടെ പറയാനുള്ള സന്ദേശം ഇതാണ്, പത്രോസേ, അല്പസമയത്തേക്കാണ് ശൂന്യമായ നിന്റെ പടകിലേക്ക് ഞാൻ കയറുവാനായിട്ടിടയായി തീർന്നത്. അല്ല, ഞാൻ കയറിയത് സത്യമാണെങ്കിൽ I will not be a liability for you. I will be an asset in your life. ഇന്ന് രാത്രിയിൽ ഞാൻ നിനക്കൊരു ബാധ്യത ആകത്തില്ല പത്രോസേ, മറിച്ച് ഞാൻ നിനക്കൊരു മുതൽക്കൂട്ടായി നിന്റെ ജീവിതത്തിൽ മാറും. ഈ രാത്രിയിൽ സ്വർഗം പറയുക, അല്പം നിമിഷം നിന്റെ പടക് എനിക്ക് ഉപയോഗിക്കുവാൻ നീ നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഞാൻ ഇറങ്ങുന്നതിനു മുൻപായി നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആർക്കും കടക്കാരനല്ല. കുഞ്ഞെ, ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ, കർത്താവ് ആർക്കും കടക്കാരനല്ല. നിന്റെ ജീവിത അനുഭവങ്ങളിൽ അവൻ ഒരു സ്പേസ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവനെ നീ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിത സാഹചര്യത്തിൽ അവൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിന്റെ ഏത് മേഖലകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ശൂന്യതയായിരിക്കാം, ഏൽപ്പിച്ച മേഖലകളെ അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന നിറയ്ക്കുന്ന ഒരു നാഥനെയാണ് ഇന്ന് രാത്രിയിൽ നീ സേവിക്കുന്നത്. സ്തോത്രം. പത്രോസ് പറഞ്ഞു, എന്നാ പിന്നെ മീൻ പിടിക്കാൻ പോകാം. മുമ്പോട്ട് നീങ്ങി. യേശുവിൻ്റെ വാക്ക് കേട്ട് ഇതാ വലയിടുകയാണ്. പെരുത്ത മീൻകൂട്ടം അവർ പിടിച്ചു. അവർക്ക് ഇതുവരെ കാണാത്ത രീതി ഉള്ള അത്രയധികം മീൻ. മറ്റുള്ളവരെയും വിളിച്ച് അങ്ങനെ എന്ത് ചെയ്യുകയാണ്, തിരിച്ച് അവർ സീഷോറിലേക്ക് വരികയാണ്. ഈ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇതിനകത്തൂടെ what did God want to, through this incident, what God wants to teach us, how to change. Here we see that പത്രോസിന് ഒരു ഫെയിലിയർ ആണ് അഭിമുഖീകരിച്ചത്. How can you turn your failures into success? There are some truths that we can see in this word. If you apply that truth in your life, whatever the failures that you are confronting in your life, God is going to change that into your success. So എന്താണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? 3 കാര്യങ്ങളാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം,
പത്രോസിനോട് യേശുവിൻ്റെ ആ ഒരു ശൂന്യതയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അനുവദിക്കുക. വാക്യം 3 ഇങ്ങനെയാണ് കാണുന്നത്. പത്രോസിൻ്റെ പടകിലേക്ക് യേശു കയറിയപ്പോഴത്തേക്കും പത്രോസ് പറയുകയാണ്, പത്രോസ് അവിടെ യേശുവിനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അനുവദിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്നുള്ളത്, ഒന്നാമത്തെ ട്രൂത്ത് എന്നുള്ളത്, allow Christ Jesus, His presence into every sphere of your life. എല്ലാ മേഖലകളിലേക്കും യേശുവിൻ്റെ സാന്നിധ്യത്തെ അനുവദിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യമാണ് ആ യാത്രയെ എന്ത് ചെയ്തത്? വ്യത്യസ്തമാക്കിയത്. 2 യാത്ര നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമത്തെ യാത്ര പരാജയം, രണ്ടാമത്തെ യാത്ര നിറവുള്ള അനുഭവം. എന്താണ് അതിനെ വ്യത്യസ്തമാക്കി തീർത്തത്? യേശുവിനെ ആ പടകിലേക്ക് അവർ പടകിൽ ഇരിക്കുവാൻ അവർ അനുവദിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ ജീവിതമാകുന്ന പടകിൽ യേശു ഉണ്ടോ? യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലുണ്ടോ? ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ശൂന്യതകളെ മാറ്റുന്ന നിലവാരത്തിൽ ആ സാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്കും വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ഈ രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ പടകിൽ യേശുവുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ നേരിടുന്ന പരാജയങ്ങളും അവൻ്റെ സാന്നിധ്യത്തിന് അതിനെ വിജയമാക്കി മാറ്റുവാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ സാന്നിധ്യം ഇതേ ആ പടകിനകത്ത്. യേശുവും ഒന്നിച്ചാണ് രണ്ടാമത്തെ യാത്ര. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിൻ്റെ ഉപജീവന മാർഗമാണ് ആ പടക്. ആ പടകിനെ യേശുവിന് ഉപയോഗിക്കുവാൻ അവൻ വിട്ടുകൊടുക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം, അതിലേക്ക് യേശുവിനെ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അതിലൂടെ ദൈവത്തിന് ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമോ? Many times we try to compartmentalize. Job is something secular where I can't allow Jesus. But tonight Jesus Christ is asking you, no, do I have the permission to enter into your job so that I can minister to people through that? അതാണ് ഇവിടെ കാണുന്നത്. അല്ലിയ പത്രോസിന്റെ പടക് ഉപയോഗിച്ച് യേശു ജനത്തെ ഉപദേശിക്കുകയാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ളത്. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ, നിന്റെ ജീവിത മാർഗം അല്ലെങ്കിൽ നിന്റെ ഉപജീവന മാർഗത്തിലേക്ക് അതിലേക്ക് യേശുവിനെ നീ ക്ഷണിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ നിന്റെ ഉപജീവന മാർഗത്തിൽ വീണ്ടും വീണ്ടും പരാജയങ്ങൾ വന്നു ഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി സ്വർഗം പറയുക, allow Christ and His presence to intervene in your job place. Hallelujah. ഇവിടെ യേശുവിനെ പത്രോസ് അനുവദിക്കുകയാണ്. സത്യത്തിൽ പത്രോസിന്റെ ബിസിനസ്സിനെ മിനിസ്ട്രി പ്ലാറ്റ്ഫോം ആക്കുകയായിരുന്നു യേശു. സ്തോത്രം. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏതൊക്കെ മേഖലകളിലാണോ പരാജയപ്പെടുന്നത്, ആ മേഖലകളെ ക്രിസ്തുയേശുവിൻ്റെ സാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ രാത്രിയിൽ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുന്ന നിലവാരത്തിൽ ആ സാന്നിധ്യം നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് പെർമിയേറ്റ് ചെയ്യുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഈ രാത്രി ഞാൻ പറയാം, യേശു പടകിലുണ്ടെങ്കിൽ അവിടെ നിരാശ ഉണ്ടാകത്തില്ല. അവിടെ തോൽക്കുമോ എന്നുള്ള ചിന്ത നിന്നെ ഭരിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? Where there is light, the darkness cannot withstand. ഇന്ന് രാത്രിയിൽ സ്വർഗം നിന്നോട് കൂടെ നിന്റെ ജീവിതമാകുന്ന പടകിലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ തോൽവിയല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ വിജയം നൽകുവാൻ ആ കർത്താവിന് കഴിയും. നീ തോൽക്കുന്ന മേഖലകളെ ഈ രാത്രിയിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സ്തോത്രം.
ഇവിടുത്തെ സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിക്കണമേ. പത്രോസ് യേശുവിന് ബോട്ട് ഉപയോഗിക്കുവാൻ കൊടുത്തു. എന്തിനു വേണ്ടി? ദൈവരാജ്യം പ്രസംഗിക്കുവാൻ. അത് അലൗ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് പ്രസംഗിച്ച് തീർന്നിട്ട് പത്രോസിൻ്റെ നീഡിലേക്ക് കർത്താവിൻ്റെ കണ്ണുകൾ പതിയുകയാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത്, first seek the kingdom of God and its righteousness and everything will be added unto your life. When you allow your life, when you allow your job, when you allow everything that you have into Christ's presence, He will turn your failures into victories. അതുകൊണ്ട് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്നുള്ളത് യേശുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അനുവദിക്കുക. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പദ്ധതിയുമായി സഹകരിക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുമായി സഹകരിക്കുക. ആ പദ്ധതിയുമായി സഹകരിക്കുമ്പോൾ നിന്റെ പരാജയങ്ങളെ സ്വർഗം വിജയമാക്കി തീർക്കും. അതാണ് വാക്യം 4 കാണുവാനായിട്ട് കഴിയുന്നത്. യേശു അവിടെ പത്രോസിനെ ഡയറക്റ്റ് ചെയ്യുകയാണ്. ഇപ്പൊ പത്രോസിനെ യേശു ഇൻസ്ട്രക്ട് ചെയ്ത് പറയുക, നീ ഇവിടുന്ന് അല്പം എന്ത് ചെയ്യുക, ആഴത്തിലേക്ക് നീക്കുക. സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമുക്കൊക്കെയും പ്രശ്നം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ചുറ്റുപാടും നമുക്കുള്ള ജോലിയും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം നാം ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ആർ യു വില്ലിംഗ് ടു സേ ഗുഡ് ബൈ ടു ദ പ്ലാൻ ദാറ്റ് യു ഹാവ് ഓൾറെഡി സെറ്റ് ഇൻ? അല്ലയോ, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ പ്ലാനിനോട് ഗുഡ് ബൈ പറയാൻ തയ്യാറാണോ? യേശുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിലേക്ക് കടന്നു വന്നാലും പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു പ്ലാൻ ഉണ്ട്, അതിനോട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഗുഡ് ബൈ പറയത്തില്ല. കാരണം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എന്താണ് വർക്കൗട്ട് ആകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ പ്ലാനുമായി യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഫെയിലായി പോകുന്നു. കാരണം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ പ്ലാനല്ല, സ്വർഗത്തിൻ്റെ പ്ലാന്. നിന്റെ പ്ലാനിനെ കഴിഞ്ഞും ഉന്നതമാണ്, നിന്റെ പ്ലാനിനെ കഴിഞ്ഞും വലുതാണെന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ആ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട്, എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും, പരാജയപ്പെടുമ്പോൾ ഉള്ളി വരുന്ന ഒരു ചിന്ത ഇതാണ്, ഇപ്പോൾ അതെന്ത് ചെയ്യണ്ടായിരുന്നു, ലോഞ്ച് ചെയ്യണ്ടായിരുന്നു, ഇപ്പോൾ അത് ലോഞ്ച് ചെയ്തതാ പറ്റിയത്, സമയം കറക്റ്റല്ല. അന്നേരം എന്തു ചെയ്യും? വീണ്ടും ദൈവകരങ്ങളിലേക്ക് ആ പ്ലാൻ ഏൽപ്പിക്കുകയല്ല, വി ട്വീക്ക് ഹിയർ ആൻഡ് ദെയർ. ഇനി നമ്മൾ പിന്നെ സ്റ്റഡി മുഴുവനും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴാണ് നല്ല സമയം. നേരം നല്ല സമയമൊക്കെ നിശ്ചയിച്ചു, കറക്റ്റ് സമയം ഇപ്പോഴാണ് കേട്ടോ, ലോഞ്ച് ചെയ്തു. അടുത്ത പരാജയം. ഇപ്പോഴത്തെ പരാജയം എവിടെയാ? എവിടെ ആണത് ലോഞ്ച് ചെയ്തതാ പ്രശ്നം. എന്നാൽ യേശുവിൻ്റെ പദ്ധതിയുമായി നീ സഹകരിക്കുവാൻ തയ്യാറാണെങ്കിൽ എവിടെ, എങ്ങനെ, എപ്പോഴെന്നുള്ളത് അവൻ്റെ പദ്ധതിക്കകത്തുണ്ട്. അതല്ലേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പത്രോസ്, ഞാൻ പറയാം എവിടെ നീ വല വീശണമെന്ന്, എങ്ങനെ നീ വല വീശണമെന്ന്, എപ്പോൾ നീ വല വീശണമെന്നുള്ളത് ഞാൻ നിന്നോട് പറയാം. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ, എവിടെ, എപ്പോ, എങ്ങനെ എന്നുള്ളത് സ്വർഗത്തിൻ്റെ പദ്ധതിക്കുള്ളിലുണ്ട്. നീ അതോർത്ത് ആകുലപ്പെടേണ്ട. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പദ്ധതിയുമായി നീ സഹകരിക്കാൻ തയ്യാറാകുക. സ്തോത്രം. അങ്ങനെ സഹകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ അവസ്ഥകൾക്ക് ഈ രാത്രിയിൽ മാറ്റം വരും. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പത്രോസിന്റെ പ്രതികരണമാണ്.
യേശു പ്ലാൻ പറയുക, യേശു ഇപ്പം ഇൻസ്ട്രക്റ്റ് ചെയ്യുക. പത്രോസിൻ്റെ പ്രതികരണം നോക്കിക്കേ. ഒന്ന്, അവൻ തർക്കിച്ചില്ല. യേശു പറഞ്ഞ ആ വാക്കുകൾ കേട്ട് അവൻ തർക്കിച്ചില്ല. യേശുവിനോട് പറഞ്ഞില്ല, യേശുവേ ഒരു മിനിറ്റ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തേ, ഒരു കാര്യം അങ്ങയോട് പറയാനായിട്ടുണ്ട്. എന്നാ കാര്യം? നിനക്കറിയാമോ, ഞാൻ ഫിഷിങ്ങിൽ പ്രോയാ. ഈ ഗന്നസരാത്ത് തടാകത്തിൽ തന്നെ എനിക്ക് റെക്കോർഡുണ്ട്. ഏതാ? എനിക്ക് റെക്കോർഡുണ്ട്. നീ തച്ചനല്ലേ, നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ഏത്? ഫിഷിങ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പത്രോസ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പത്രോസ് അവിടെ ഒരു ചോദ്യവും എന്ത് ചെയ്തില്ല, ഉയർത്തിയില്ല. പത്രോസ് ചോദിച്ചില്ല, ആർ യു ഷുവർ? ഉറപ്പാണോ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആർ യു ഷുവർ? ഉറപ്പാണോ പോണെന്നുള്ളത് ആഴത്തിലേക്ക്? പത്രോസ് അവിടെ ചോദ്യങ്ങൾ ഉയർത്തിയില്ല, തർക്കിച്ചില്ല, വാദിച്ചില്ല. പത്രോസിന് ഒരു കാര്യം അറിയാം, സ്തോത്രം, യേശുവാണ് പറഞ്ഞതെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ പദ്ധതി ആണ് ഞാൻ അനുസരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിന് മാറ്റം വരും. നമ്മളായിരുന്നെങ്കിൽ പത്രോസിൻ്റെ സ്ഥാനത്ത് എങ്കിൽ നമ്മൾ പറഞ്ഞേ, കൊള്ളാം കൊള്ളാം, രാത്രി അധ്വാനിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയില്ല. പിന്നെയാ ഇങ്ങനെ സൂര്യപ്രകാശം വെള്ളത്തിൽ അടിക്കാൻ നേരത്ത് ഊവേ കിട്ടും, ഇപ്പം പോയാൽ മതി. ഇങ്ങനെയും പത്രോസ് എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. സ്തോത്രം. യേശുവിൻ്റെ വാക്ക് അതേപടി കേട്ടിട്ട് പറയുക, നീ പറയുന്നെങ്കിൽ ആഴത്തിലേക്ക് ഇറക്കാം. ഒന്ന്, പത്രോസ് തർക്കിച്ചില്ല. രണ്ട്, പത്രോസ് ഡിഡ്ന്റ് ലിസൺ ടു ഹിസ് ഫീലിങ്സ്. ഹി വാസ് ഡോഗ് ടയേർഡ്. അതായത് താൻ എക്സോസ്റ്റഡ് ആണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, തൻ്റെ ശരീരത്തിൽ ഒത്തിരി ക്ഷീണമുണ്ട്. താൻ പറഞ്ഞില്ല, കർത്താവേ ഈ വലയൊക്കെ കഴുകുന്നത് പോയി ഒന്ന് കിടന്നിട്ട് അടുത്ത നൈറ്റിന് വരാൻ. ഏത്? അടുത്ത നൈറ്റിന് വരാനായിട്ടാണ് ഈ വലയൊക്കെ ഒന്ന് കഴുകുന്നത്. വേണമോ? എനിക്ക് തീരെ വയ്യ. നിരാശകളും വേദനകളും ഉണ്ടെങ്കിലും താൻ പറയുക, യേശു പറയുന്ന ഫീലിങ്സിന് അതീതമായി യേശു പറഞ്ഞ ഇൻസ്ട്രക്ഷനെ അനുസരിക്കുവാൻ ഇന്ന് രാത്രിയിൽ കുഞ്ഞെ നീ തയ്യാറാണെങ്കിൽ സ്വർഗം നിന്റെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റുവാനായിട്ടിടയായി തീരും. സ്തോത്രം. യേശു പറയുക, ഹല്ലേലൂയ, പത്രോസേ പോകാം, ആഴത്തിലേക്ക് നമുക്ക് വല വീശുവാനായിട്ട് കടന്നു പോകാം. സ്തോത്രം. ദോസിനോട് പറയുന്നത്, നോ, യു ഡോണ്ട് വാണ്ട് ടു ഫിഷ് ഹിയർ ഇൻ ദ ഷാലോ വാട്ടർ. റോ യുവർ ബോട്ട് ഇൻ ടു ദ ഡീപ്പ് വാട്ടർ. ഇന്ന് രാത്രിയിൽ പലരോടായി ദൈവത്തിന് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒത്തിരി നാളായി ഷാലോ വാട്ടേഴ്സിൽ നിങ്ങൾ ഫിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം എന്താ? നിങ്ങളുടെ കംഫർട്ട് സോണാ അത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. No, you are at the edge. No, you want to play it safe. But tonight, Christ is inviting you to go into the deep. ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തിരമാലകളുണ്ട്, അവിടെ കാറ്റുണ്ട്, നിന്റെ ബോട്ട് ആടി ഉലയുവാനായിട്ടിടയായി തീരും. എന്നാൽ ഈ രാത്രി സ്വർഗം പറയുകയാ, എന്റെ പദ്ധതി എന്നുള്ളത്, ആ പദ്ധതിക്കകത്ത് റിസ്ക് ഉണ്ട്. കാരണം ഞാൻ നിന്നെ വിളിച്ചത് കാഴ്ചയാൽ നടക്കാനല്ല, മറിച്ച് വിശ്വാസത്താൽ നടക്കാനാ. സ്തോത്രം. ഇന്ന് രാത്രി റിസ്ക് ഫാക്ടറെ ഗണിച്ചിരിക്കുന്ന പൈതലെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഈ രാത്രിയിൽ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നീ ചുവടുകൾ എടുത്തു വെക്ക്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഇതാ പത്രോസ് പറയുകയാണ്, അതെ, നീ പറയുന്നു
ഡീപ്പ് വാട്ടേഴ്സിലേക്ക് നീങ്ങാൻ ഇതാ ഞാൻ നീങ്ങുകയാണ്. ഈ രാത്രി സ്വർഗത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കാൻ നീ തയ്യാറാണോ? സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പരാജയത്തെ ഈ രാത്രിയിൽ സ്വർഗം വിജയമാക്കി മാറ്റും. ഈ രാത്രി ഞാൻ കുഞ്ഞെ പറയട്ടെ, നിന്റെ പദ്ധതി, നീ ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയുണ്ടോ? ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്, നിന്റെ പദ്ധതികൾ മുഴുവനും നിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. എന്നാൽ സ്വർഗത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്നുള്ളത് നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ, അല്ലെങ്കിൽ നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെക്കുറിച്ച് സ്വർഗം ഒരു പദ്ധതി കണ്ടിട്ടുണ്ട്. അതാ ഏറ്റവും ഉന്നതം, അതാ ഏറ്റവും ശ്രേഷ്ഠം. ഇന്ന് രാത്രിയിൽ ആ പദ്ധതിയിലേക്ക് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അതിനോട് അനുസരിച്ച് ആമേൻ പറയാൻ ഈ രാത്രി തയ്യാറാണോ? സ്തോത്രം. അങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ പരാജയത്തെ സ്വർഗം വിജയമാക്കി തീർക്കും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത്, സ്തോത്രം, വാഗ്ദത്തത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുമെന്ന് എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കുക. വാക്യം 5 ഇങ്ങനെയാണ് കാണുന്നത്, എന്നാലും നിന്റെ വാക്കിന് പുറപ്പെടാം. നിന്റെ വാക്കിന് പുറപ്പെടാം. ഈ രാത്രിയിൽ സ്വർഗം പറയുക, പരാജയത്തെ വിജയമാക്കി മാറ്റണമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നീ പ്രതീക്ഷിക്കാൻ തുടങ്ങുക. Anticipate God's promise will fulfill in my life. Expect God's promise will fulfill in my life. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നീ പറഞ്ഞ വാക്കിൽ നമ്മൾ വല വീശാൻ പോകുകയാണ്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സ്പെസിഫിക് ആയി പറഞ്ഞില്ല, കുഞ്ഞെ നീ ഞാൻ പറയുന്ന കേട്ട് വല വീശിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് യു വിൽ ക്യാച്ച് എന്ന് പറയാ, വല കീറുമാറുള്ള ഒരു ക്യാച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊന്നും യേശു പറഞ്ഞില്ല. പക്ഷേ പത്രോസിന് ഒരു കാര്യം ഉറപ്പാണ്, യേശു പടകിലുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യം പടകിലുണ്ടെങ്കിൽ, അവൻ പറഞ്ഞ വാക്ക് കേട്ടാണ് പുറപ്പെട്ടതെങ്കിൽ, വല വീശിക്കഴിഞ്ഞാൽ അത് എംപ്റ്റിയായി തിരിച്ചു വരത്തില്ല, അത് നിറവോടെ വരത്തുള്ളൂ. കാരണം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ഒരു സ്വർഗമാ കുഞ്ഞെ ഇന്ന് രാത്രിയിൽ നിന്നോട് കൂടെയുള്ളത്. അതുകൊണ്ട് അവൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിക്കുക, അവൻ്റെ വാഗ്ദത്തത്തിൽ ഈ രാത്രിയിൽ വിശ്വസിക്കുക. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വേറൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ യാത്ര എന്നുള്ളത് ടെൻഷനൊന്നുമില്ല പത്രോസിന്. തോൽക്കുമോ എന്നുള്ള ചിന്തയില്ല. പത്രോസ് ആകപ്പാടെ പ്രതീക്ഷിക്കുന്നത്, നാഥൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നിറവേറും. പലപ്പോഴും നമുക്ക് ടെൻഷനാ. കാരണം എന്താ? നമ്മുടെ എബിലിറ്റി കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ടെൻഷനാ. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുകയാ, അവന്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് നീ നീങ്ങുമ്പോൾ, you will wait God to act. You will not be worried. You will not be anxious, because you are claiming His promise to fulfill in your life. നിന്റെ ജീവിതത്തിൽ അവൻ്റെ വാഗ്ദത്തം നിറവേറുവാനായിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം നീ ആഗ്രഹിച്ച് മുൻപോട്ട് നീങ്ങുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് മുൻപോട്ട് നീങ്ങുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. അവൻ്റെ ജീവിതത്തിൽ പരാജയമാണെങ്കിലും വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ ചലിച്ച് ചില വിജയങ്ങളിലേക്ക് നിന്നെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ശൂന്യത എത്രമാത്രം നിന്റെ ജീവിതത്തിലുണ്ടോ, അല്ലയോ നിരാശ എത്രമാത്രം നിന്റെ ജീവിതത്തിലുണ്ടോ, ക്രിസ്തുവിനെ നിന്റെ ജീവിത പടകിലേക്ക് അനുവദിക്കുക. ഈ രാത്രിയിൽ അവന്റെ പദ്ധതിയോട് ആമേൻ പറ. അവന്റെ വാഗ്ദത്തത്തെ ഇന്ന് രാത്രി പ്രതീക്ഷിക്കുക. നിന്റെ പരാജയത്തെ സ്വർഗം വിജയമാക്കി തീർക്കും. ഈ രാത്രിയിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതെ, കർത്താവ് അവിടെ പറയുന്ന പത്രോസിനോടുള്ള ബന്ധത്തിൽ ഇടപെട്ട കാര്യങ്ങളെയാണ് നാം ദർശിക്കുവാനായിട്ടിടയായി തീർന്നത്. ഒന്നാമത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, യേശുവിൻ്റെ സാന്നിധ്യം രണ്ടാമത്തെ യാത്രയെ വ്യത്യസ്തമാക്കി തീർത്തു. അവൻ്റെ വാക്കിൽ അനുസരിച്ച് മുൻപോട്ട് നീങ്ങിയത് കാരണം ഹല്ലേലൂയ പ്രതീക്ഷയറ്റുവെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയെ വെളിപ്പെടുവാനിടയായി തീർന്നു. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്,
അതെ, പത്രോസ് പറയുകയാ, അവിടെ അവർക്ക് പോലും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു ദൈവപ്രവൃത്തിയാണ് വെളിപ്പെടുവാനിടയായി തീർന്നത്. കുഞ്ഞെ, ഈ രാത്രിയിൽ യേശുവിനെ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നീ അനുവദിക്കുമ്പോൾ, അവൻ്റെ ഇൻസ്ട്രക്ഷനെ ഒബേ ചെയ്ത് നീ വാക്ക് ചെയ്യാൻ തയ്യാറാകുമ്പോൾ, അവൻ്റെ വാക്കിനെ നീ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, ഈ രാത്രിയിൽ നിനക്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ബ്ലെസ്സിങ്ങിനെ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം അയക്കുവാനിടയായി തീരും. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവരുടെ കൂട്ടാളികളെ അവർ മാടി വിളിച്ചു. അവരിതുവരെ കാണാത്ത, അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മീൻപിടുത്തം. What made the difference? The presence of Christ Jesus made the difference. അവരെ അങ്ങനെ നിറച്ച എന്നാത്തിനാണെന്നറിയാമോ? പൊങ്ങച്ചക്കാരന്മാരാകാനായിട്ടല്ലായിരുന്നു, ശൂന്യമായ ചില പടകുകളെയും നിറയ്ക്കുവാൻ വേണ്ടിയാണ്. ദൈവം നിന്നെ അധികമായി അനുഗ്രഹിക്കുന്നത് എന്തിനാണെന്നറിയാമോ കുഞ്ഞെ? ശൂന്യമായ ചില പടകുകളെ നിറയ്ക്കുവാൻ തക്കവണ്ണം He is blessing you beyond your capacity. ഏറ്റവും ഒടുവിലായി നാം കാണുന്നത് ഇങ്ങനെയാണ്, അവർ ഇതുവരെ കാണാത്ത ഒരു മീൻപിടുത്തമാണെങ്കിലും they left everything. Why? അവർക്ക് പറയാനുള്ളത്, ഒരൊറ്റ നിമിഷം കൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റുവാൻ കഴിഞ്ഞ ഒരൊറ്റ മിറക്കിൾ കൊണ്ട് ഞങ്ങൾ സംതൃപ്തിപ്പെടത്തില്ല, മറിച്ച് we want to have a relationship, a constant relationship with him. ഇന്ന് രാത്രിയിൽ it became a turning point in their life. They left everything because they considered Christ Jesus, who did miracle in their life, is more precious to them. Hallelujah. ഈ രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ പാട്ടിൻ്റെ ഈരടികൾ ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? ഹല്ലേലൂയ. യേശുവിനെ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ഒന്ന് ക്ഷണിക്കാമോ? അവൻ നിന്റെ ഹൃദയത്തിൻ്റെ വേദന അറിയും. ഹല്ലേലൂയ. Thank you, Jesus. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കുകയാണ്. യേശുവേ, Love
ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിൽ യേശു വന്നിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ. നിന്റെ തോൽവി നിറഞ്ഞ അവസ്ഥയെ മാറ്റുവാൻ, അതിനെ വിജയത്തിലേക്ക് നയിക്കുവാൻ. ഈ രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഞാൻ അങ്ങ് ക്ഷണിക്കുകയാണ്. What is that one area where you are trying to give up? Where you are telling that, Patatilla, I'm giving up. Let me tell you, don't give up. Try again. But do this time with Jesus in your boat, and He will make all the difference. He will make a huge difference in your life. സ്വർഗമേ, ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അതെ, നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അതുമാത്രമല്ലപ്പാ, നിന്റെ വാക്കിനെ ഞങ്ങൾ അനുസരിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങളേറ്റ തോൽവികളെ സ്വർഗത്തിൻ്റെ കരം വിജയമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈവിട്ടിട്ടില്ല. ശൂന്യമായ പത്രോസിൻ്റെ പടകിനെ കണ്ട അതേ യേശു ഇന്ന് രാത്രി ഞങ്ങളെ നോട്ടീസ് ചെയ്യുന്നു. കർത്താവേ, ആ ശിഷ്യന്മാർ ചെയ്തതുപോലെ, യെസ്, യു വിൽ ഡു എ മിറക്കിൾ ഇൻ അവർ ലൈഫ്. കർത്താവേ, അങ്ങ് വലിയൊരു അത്ഭുതം ചെയ്യും. ബട്ട് ആ അത്ഭുതം കണ്ട് അതിൽ വിസ്മയിച്ച് അങ്ങനെ പോകുവാനല്ല. ലെറ്റ് us have that constant relationship with the miracle worker, Jesus Christ. Help us, O Lord. ഇന്ന് രാത്രി അതിനായി ഞങ്ങളെ സഹായിക്കണം. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രിയിൽ ബലപ്പെടുത്തിയാട്ടെ. ആ വാഗ്ദത്തത്തെ ഈ രാത്രിയിൽ മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തിൽ ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി വെളിപ്പെട്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി നന്ദി പറയുകയാണ്. ഞങ്ങളുടെ പരാജയങ്ങളെ അങ്ങ് വിജയമാക്കി തീർക്കുന്നതിനായി നന്ദി. മഹത്വമെല്ലാം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന, വിജയങ്ങൾ കൈവരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Have a great week. God bless you.